സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യേ നമ. സജ്ജനങ്ങളെ, പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ഒരു സംവത്സരം എന്ന് വെച്ചാൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. മീനമാസത്തിൽ തുടങ്ങിയിട്ടുള്ള വിഗ്രഹ നിർമ്മാണം മുതൽ, പഞ്ചലോക വിഗ്രഹത്തിൻ്റെ നിർമ്മാണം മുതൽ അതിൻ്റെ മണ്ഡല ഭജനം, അതോടൊപ്പം തന്നെ പാദസംവത്സര ഭജനം എന്നിവ പൂർത്തിയാക്കി പ്രതിമയിൽ നിന്നും ആരാധനയ്ക്ക്, പ്രത്യേകിച്ച് സാമൂഹ്യ ആരാധന ക്രമത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള വിഗ്രഹമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളും പൂജകളും ഹോമങ്ങളൊക്കെയാണ് ഇന്നിവിടെ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പാലക്കാട് ഭഗവതിയുടെ ആ പ്രതിമ, ആ വിഗ്രഹം സമ്പൂർണ്ണമായിട്ട് സാവയവ പൂർത്തിയോട് കൂടിയിട്ട് ഇവിടെ പ്രതിഷ്ഠാപിതമായിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് സാമൂഹ്യ ആരാധനയുടെ ഒരു ക്രമത്തിലേക്ക് വരാം. അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ വന്ന് നേരിട്ട് ദേവിക്ക് അർച്ചന ചെയ്ത് സ്തോത്രങ്ങളൊക്കെ ചൊല്ലി, അതുപോലെ പ്രദക്ഷിണം, നമസ്കാരം തുടങ്ങിയിട്ടുള്ള എല്ലാ അംഗങ്ങളോട് കൂടിയിട്ടുള്ള ആരാധനയിലേക്ക് ഘട്ടം ഘട്ടമായി പ്രവേശിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അടുത്ത ശനിയാഴ്ചയാണ് ഇതിൻ്റെ അടുത്ത ഘട്ടം ആയിട്ട് നമ്മൾ വിഭാവന ചെയ്യുന്നത്. ആ സമയത്ത് നേരിട്ട് ദേവിക്ക് നാമാവലികൾ ഉൾപ്പെടെയുള്ള ലളിതാ സഹസ്രനാമ സ്തോത്രം, അതുപോലെ തന്നെ ത്രിശതി, അഷ്ടോത്തരം, അതുപോലെ ഖഡ്ഗമാല, അതുപോലെ ശ്യാമളാദണ്ഡകം, ദേവീ മഹാത്മ്യം, ഇങ്ങനെ ഉൾപ്പെടുന്ന ദേവിയുടെ അതിവിശിഷ്ടമായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് നേരിട്ട് അർച്ചന ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. അതൊരു സാമൂഹ്യ ആരാധന ക്രമത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അടുത്ത വർഷമാണ് പ്രതിഷ്ഠയായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും പൂർത്തിയാവുന്നത്. അടുത്ത ഉത്തരായന കാലത്ത് ചിത്ര പൗർണമി ദിവസം പൂർണിമയ്ക്കാണ് സമ്പൂർണ്ണമായിട്ട് അത് പരിസമാപ്തിയിലെത്തുക. ഇപ്പോഴും നമ്മളൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. ഒരു പ്രീവേദിക്കായിട്ടുള്ള ഒരു പദ്ധതിയിൽ നിന്നാണ് നമ്മളെ തുടക്കം. പിന്നെ പല പല പദ്ധതികൾ, അതിലിപ്പോൾ ശ്രമണ പാരമ്പര്യമുണ്ട്, വൈദിക പാരമ്പര്യമുണ്ട്, അതോടൊപ്പം തന്നെ താന്ത്രികമായിട്ടുള്ള രീതികൾ, അങ്ങനെ പല പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ജനകീയ പദ്ധതിയിലേക്കാണ് ഈ ധരാസൗരം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം നമ്മളിത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ ഇല്ലാതെ നേരിട്ട് പൂജാദികളും അതുപോലെ തന്നെ അർച്ചനകളും ആരാധനയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എന്ന രീതിയിലാണ് ഈ ഒരു പാലക്കാട്ട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപം ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലോകരക്ഷാർത്ഥം സമൂഹത്തിന് വേണ്ടി യാതൊരു പ്രതിഫല ഇച്ഛയും ഇല്ലാതെ സ്വയം നേരിട്ട് വന്ന് ചെയ്ത് ആ ഒരു ആത്മനിർവൃതി സ്വയം അനുഭവിക്കാനുള്ള ഒരു വേദി കൂടിയാണിത്. ഇതിൻ്റെ ഒരു ഫലശ്രുതി എന്ന് പറയുന്നത് ഒരു സാമൂഹിക ശാക്തീകരണം തന്നെയാണ്. നമ്മൾ സ്വയം ശാക്തീകരണം നടത്തുക, സ്വയം തിരിച്ചറിയുകയും നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ധനധാന്യ ദ്രവ്യ വിജ്ഞാന മുതലായവ ആർജിച്ചുകൊണ്ട് നമുക്കൊരു ഊർജം നമുക്ക് സമാഹരിക്കാൻ, അതാണ് ഋഷിഭി സമൃദ്ധം രസം എന്നാണ്. അപ്പോൾ ഋഷികളാൽ സമൃദ്ധമായിട്ടുള്ള ആ ഊർജത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയായി തീരാൻ, ഒരു ഊർജമായി തീരാൻ കഴിയട്ടെ എന്നാണ് ഇതിൻ്റെ പ്രാർത്ഥന. അപ്പോൾ എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം.